So, what you believe will come to pass. ആമേൻ. നീ എന്താണോ ദൈവത്തിൽ വിശ്വസിച്ചത് അത് തന്നെ സംഭവിക്കും. If a paracetamol can heal you, ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റിന് ഗുളികയ്ക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ how much more the word of God can do miracle in your life. ദൈവത്തിന് എത്രയോ അധികം നിങ്ങളെ വിടുവിക്കാൻ സൗഖ്യമാക്കാൻ കഴിയും. So, when you believe, the word will work effectively in you. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിറവായി ശക്തമായി നിങ്ങളിൽ ആമേൻ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. So, do not doubt. ആമേൻ. സംശയിക്കരുത്. Hallelujah. ഹല്ലേലൂയ. The book of John, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 17, 17-ാമത്തെ അധ്യായം verse 11. 11-ാമത്തെ വാക്യം. That is a word for you. ആമേൻ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, അവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ എൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധാത്മാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. So, Holy Spirit is coming to you. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ Read that verse once again. 11. 17 verse 11. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധാത്മാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. So it is saying, Parishuddhatmave, Holy Spirit is coming to you. Have you received Holy Spirit? So more power is coming to you. അധികമായ ശക്തി ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ പോകുകയാണ്. That is what Jesus is saying. Jesus is going, but Holy Spirit is coming to you. ആമേൻ. സ്തോത്രം. യേശു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്ന ഭാഗമാണ് അവിടെ നമ്മൾ വായിച്ചത്. And money is coming for your needs. ആമേൻ. സാമ്പത്തിക ആവശ്യത്തിനുള്ള സാമ്പത്തികമായ വഴികൾ നിനക്കായി ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. The vacancy is opened. ആമേൻ. നിനക്ക് വേണ്ടി സാധ്യതകൾ തുറക്കപ്പെടുന്നുണ്ട്. And I see new people are coming in the family. ആമേൻ. പുതിയ കുടുംബങ്ങൾ നിന്റെ സഭയിലേക്ക് വരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. And new journeys are coming. ആമേൻ. പുതിയ യാത്രകൾ നിനക്കായി ദൈവം തുറക്കുന്നുണ്ട്. You will not be stagnant anymore. ആമേൻ. നീ അവിടുത്തെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന തടഞ്ഞു നിൽക്കുന്ന അവസ്ഥകളിലല്ല ഇനിയും തുടരാൻ പോകുന്നത്. The Holy Spirit will move in your life. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് പരിവർത്തിക്കാൻ പോകുകയാണ്. A new office is opened. ആമേൻ. സ്തോത്രം. പുതിയ ആമേൻ കാര്യാലയങ്ങൾ തുറക്കപ്പെടാൻ പോകുകയാണ്. A new door is opened. പുതിയ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. And God will nourish you. ആമേൻ. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും. You will go abroad. നീ വിദേശത്ത് പോകും. ഹല്ലേലൂയ. Everything will go well. ആമേൻ. എല്ലാം നന്നായി തീരുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. Shakaram dasta lakha masti. ഹല്ലേലൂയ. The blanket of anointing is falling upon you. സ്തോത്രം. അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴുന്ന ദിവസങ്ങൾ അടുത്തടുത്ത് വരികയാണ്. The word for you. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം. Amen. Mother, okay. Who is Bhavana. this one? Okay. The enemy will leave. ആമേൻ. സ്തോത്രം. ശത്രുക്കൾ നിന്നെ വിട്ടുപോകും. The road will be widened. ആമേൻ. നിന്റെ വഴികൾ വിശാലമാകും. And you will be able to walk freely. ആമേൻ. നിസാരമായി ആമേൻ സ്വാതന്ത്ര്യമായി നടക്കത്തക്കവണ്ണം നിന്റെ മുമ്പിൽ വഴികൾ ദൈവം ഒരുക്കും. The neighbors may be teasing you. ഒരുപക്ഷെങ്കിൽ നിന്റെ അയൽവക്കക്കാര് നിനക്ക് വിരോധമായിരിക്കാം. But they will be silent. ആമേൻ. അവർ ശാന്തരാകാൻ പോകുകയാണ്. God is going to honor you. ആമേൻ. ദൈവം നിന്നെ അവരുടെ നടുവിൽ മാനിക്കാൻ പോകുകയാണ്. And God will keep the word and prophecies you heard before in your life to come to pass. ആമേൻ. കഴിഞ്ഞ നാളുകൾ ദൈവത്തിൽ നീ പ്രാപിച്ചതിലെ ആലോചനകളുണ്ട്. അത് ഈ നാളുകളിൽ ദിവസങ്ങളിൽ വ്യക്തമായി നിന്റെ കുടുംബത്തിൽ സാധ്യമാകാൻ പോകുകയാണ്. You will become the head and not the tail. ആമേൻ. നീ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആമേൻ സന്നിധിയിൽ തലയാകാൻ പോകുകയാണ്. You will be the honorable person in that area. ആമേൻ. നീ പാർക്കുന്ന ഏരിയയിൽ ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ പോകുകയാണ്. I see a movement also coming. ആ ഒരു പുതിയ സാധ്യത നിന്റെ മുമ്പിൽ ഞാൻ കാണുന്നുണ്ട്. It is a temporary journey. ആമേൻ. ഒരു താൽക്കാലിക യാത്ര നിന്റെ മുമ്പിൽ വരും. And you will come back with gifts. ആമേൻ. നീ ചില ഐശ്വര്യകരമായ ചില അനുഗ്രഹങ്ങളുമായിട്ട് നീ മടങ്ങി വരും. Your relatives will welcome you. ആമേൻ. നിന്റെ കുടുംബക്കാർ, നിന്റെ ചാർച്ചക്കാർ നിന്നെ വിളിക്കുന്നു, സ്വാഗതം ചെയ്യുന്ന അനുഭവങ്ങൾ വരാൻ പോകും.
പറയുകയാണ്. and you will have abundance to give. ആമേൻ. നീ അവർക്ക് കൊടുക്കാൻ തക്കവണ്ണമുള്ള നന്മ കൂടെ നിന്റെ കരങ്ങളിൽ ദൈവം തരും. Hallelujah. Hallelujah. The word for you. ആമേൻ. ഇതാണ് ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കാനുള്ളത്. So what the Holy Spirit is saying is, ആമേൻ. ദൈവാത്മാവ് സംസാരിക്കുന്നത്, I believe you are happy. ആമേൻ. നിങ്ങൾ സന്തോഷത്തോടാണോ ഇരിക്കുന്നത്? ആണെങ്കിൽ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. So this is deliverance clinic. ആമേൻ, സ്തോത്രം. ഇത് ദൈവത്തിന്റെ വിടുതലിന്റെ ഒരു ക്ലിനിക്കാണ്. സ്തോത്രം. So everyone will have a medicine. എല്ലാവർക്കും ഉള്ള ആമേൻ മരുന്ന് ദൈവത്തിന്റെ കയ്യിലുണ്ട്. So when you hear a prophetic word, നിങ്ങളൊരു ആമേൻ പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ, maybe it is after reading the Bible ആമേൻ ഒരുപക്ഷേ വചനം വായിക്കുന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രവചന ശബ്ദം, or through a prophet, അല്ലെങ്കിൽ ഒരു പ്രവാചകനിലൂടെ ആയിരിക്കാം. when you believe it, it will come to pass. ആമേൻ. എങ്ങനെയായാലും നിങ്ങൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. There is a word, 1 Thessalonians chapter 2 verse 13, you can read. തെസ്സലോനിക്കർ രണ്ടാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. One of you can read. 1 തെസ്സലോനിക്കർ 2:13 വാക്യം. One of you can read. The word that I preached here, you listened, not as the word from men, but as it is from God. You listened as it is from God. So you received it. So we are praising God. ആമേൻ. സ്തോത്രം. Yeah. So when you believe it, ആമേൻ. it will work effectively. ആമേൻ. സ്തോത്രം. എന്താ പറയുന്നത്? അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. സ്തോത്രം. So people here are delivered. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പിടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. Every lung infection is healed. ആമേൻ. എല്ലാ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും സൗഖ്യമായി കഴിഞ്ഞു. Every sinusitis is healed. എല്ലാ ആമേൻ ശ്വാസ സംബന്ധമായ വിഷയങ്ങളും മാറിക്കഴിഞ്ഞു. Every bronchitis is healed. ആമേൻ. തൊണ്ടയ സംബന്ധമായ വിഷയങ്ങളെല്ലാം സൗഖ്യമായി കഴിഞ്ഞു. Because Jesus the healer has come here. സൗഖ്യദായകനായ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. The power of God is coming. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപിക്കുന്നുണ്ട്. So when you believe, it will work effectively. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാനിടയായി തീരും. So you are a new person. നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറും. So money is coming. ഹല്ലേലൂയ. സാമ്പത്തികമായ ചില വാതിലുകൾ തുറക്കപ്പെടുന്നു. You will do some kind of income. ആമേൻ. നിങ്ങൾ സാമ്പത്തികത്തിന്റെ ചില മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. God will give you money. ആമേൻ. ദൈവം അതിനായിട്ടുള്ള സാമ്പത്തികം നിന്റെ കരങ്ങളിൽ തരും. The doors are opened. ദൈവത്താൽ നിനക്ക് ചില വാതിലുകൾ തുറക്കപ്പെടും. And people at home will give you good advice. ആമേൻ. നിങ്ങളുടെ വീട്ടിലുള്ളവർ ചില നല്ല മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകി തരും. And the fire of the Lord will come. ആമേൻ. ദൈവത്തിന്റെ തീ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. God will send helpers. ആമേൻ. നിങ്ങളെ സഹായിക്കാൻ ചില സഹായകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. The shop will be opened. ആമേൻ. ചില സ്ഥാപനങ്ങൾ തുറക്കപ്പെടാനിടയായി തീരും. And journeys are going to start. ഹല്ലേലൂയ. യാത്രകൾ ആരംഭിക്കും. No more pain in the body. ആമേൻ. ശാരീരികമായ വേദനകളിൽ നീ കാണത്തില്ല. Your address is going to change. നിന്റെ ജീവിതത്തിന്റെ അഡ്രസ്സുകളെ ദൈവം മാറ്റിമറിക്കും. This is the word for you. ഇതാണ് ദൈവം രായണനോട് നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം. New vehicle is coming. The brother who is sitting back. ആമേൻ. സ്തോത്രം. ഓക്കേ പ്രൊഫസർ സർ. Are you looking for a vehicle? ആമേൻ. നിങ്ങൾ ഒരു വാഹനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? God is giving you a new vehicle. സ്തോത്രം. ഒരു പുതിയ വാഹനം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. I see a 4-wheeler is coming. നിങ്ങൾക്ക് വേണ്ടി ഒരു ആമേൻ 4-വീലർ ദൈവം തരാൻ പോകുന്നു. God will use you powerfully for the kingdom. ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി അതിശക്തിയോടെ ദൈവം നിന്നെ ഉപയോഗിക്കും. You will help the church. ഈ സഭയെ സഹായിക്കത്തക്കവണ്ണമുള്ള ഒരു മണ്ഡലം ഒരുങ്ങാൻ പോവുകയാണ്. I see you will build the church. ആമേൻ. സഭയിൽ ചില കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആമേൻ ഒരു അഭിഷേക ശുശ്രൂഷയുടെ മേഖല ദൈവം തരാൻ പോവുകയാണ്. I see the pastor is getting a new church. ആമേൻ. ആമേൻ. ഒരു പുതിയ സഭ നമുക്ക് ദൈവം തരാൻ പോകുന്നു. And you will be more giving more things for that church. ആമേൻ. സ്തോത്രം. സഭ പണിയപ്പെടുമ്പോൾ അധികമായ ചില കാര്യങ്ങൾ നീ സഭയ്ക്ക് വേണ്ടി
നൽകുന്ന അനുഭവം ദൈവം തരാൻ So പോകുന്നു. God will give you abundantly. ആമേൻ. ദൈവം നിനക്ക് അധികമായി അതിനുള്ള നന്മ തരും. And what you are going to do, you will be blessed. ആമേൻ. നീ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. You will settle in the town itself. ആമേൻ. സ്വന്തം ഈ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ദൈവം നിന്നെ നിർത്തും. And everything will go well. ഹല്ലേലൂയ.